എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കപ്പ ബിരിയാണി. സാധനം എന്താണെന്ന് നോക്കാം. കപ്പ മുറിച്ചത് വൃത്തിയാക്കി വെച്ചൊക്കെയാണ്. അതേപോലെ ചിക്കൻ മുറിച്ച് കട്ട് ചെയ്ത് കഴുകി വെച്ചൊക്കെയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചൊക്കെയാണ്. കുരുമുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, അത് കഴിഞ്ഞ് പച്ചമുളക് അരിഞ്ഞത് 5 പച്ചമുളക്, 3 ടൊമാറ്റോ അരിഞ്ഞത്, 150 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 സവാള അരിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, മല്ലിയില. കപ്പ വേവിക്കാം. ആദ്യം ഒന്ന് അടച്ചു വെക്കാം. ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കാം. ആദ്യം സ്റ്റവ് കത്തിക്കാം. സവാള ചേർക്കാം. സവാള ചേർത്തിട്ട് ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. നല്ല വാടിയതിന് ശേഷം മസാലയൊക്കെ ചേർത്തിട്ട് ഗ്രീൻ ചില്ലി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കിടന്ന് വാടും. ഇനി സവാളയെല്ലാം നല്ല വാടിയതിന് ശേഷം ബാക്കിയുള്ള മസാല ചേർക്കാം. കപ്പ തിളച്ച് കപ്പയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ചേർക്കാം. അടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ. ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ടൊമാറ്റോ ആയി കഴിഞ്ഞു. അടുത്ത ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല നമുക്ക് അവസാനം ചേർക്കാം. ഗരം മസാല കുരുമുളക് പൊടി അവസാനം ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൂൺ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമ്മൾ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച ചിക്കൻ
ഗ്രേവി ചിക്കൻ കുറച്ച് വേവണം, കുറച്ചുകൂടെ ഗ്രേവി ആവണം, ശകലം കൂടെ വെള്ളം ചേർക്കണം, എങ്കിലേ കപ്പയിലും കൂടെ മിക്സ് ആവാൻ തികയുള്ളൂ. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് വറ്റിട്ട് ഇത് കഴിഞ്ഞിട്ട് ഗരം മസാല കുരുമുളക് പൊടി ഇട്ടിട്ട് കപ്പയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ പൊരിച്ച് വേണമെങ്കിൽ ഇടാം, കുഴപ്പമില്ല. ഇതിനെക്കാട്ടും നന്നായിരിക്കും ചിക്കൻ പൊരിച്ച് ഇടുകയാണെങ്കിൽ. ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയിട്ട് കപ്പയിട്ട് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ അവരാവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്തോളാം. ഇത്രയും ഗ്രേവി ഉണ്ടെങ്കിലേ കപ്പയുമായിട്ട് മിക്സ് ആവുള്ളൂ. ഗരം മസാല, കുറച്ച് മല്ലിയിലയും പുതിന കരിവേപ്പില ഇടാം. ഇനി കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. കൊള്ളില്ല, നോക്കാം. കപ്പ നല്ല വെന്തു. അങ്ങനെ കുറേ നേരം അടുപ്പത്തിരുന്നു കപ്പയും ഗ്രേവിയുമായിട്ടൊക്കെ സെറ്റാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങ പിന്നെ എന്തെങ്കിലും മുളക് പൊടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. റെഡിയായി. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കപ്പ ബിരിയാണി റെഡി.
കപ്പ ബിരിയാണി, ആവി പറക്കുന്ന കപ്പ ബിരിയാണി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.